നേരെ തൃപ്പൂണിത്തുറയിലേക്ക് പോകാം. തൃപ്പൂണിത്തുറ നഗര ഭരണത്തിലേക്ക് ചുവട് വെച്ച് BJP വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് തൃപ്പൂണിത്തുറ ലായം കൂന്തമ്പലത്തിൽ നടക്കും. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പ്രകടനമായാണ് BJP പ്രതിനിധികൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുക. മുതിർന്ന അംഗവും BJP നേതാവുമായ രാധിക വർമ്മയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വലിയ അട്ടിമറി വിജയം തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ BJP നേടിയത്. പറയൂ, ഇന്ന് സത്യപ്രതിജ്ഞ അടക്കമുള്ള ഒരുക്കങ്ങളുടെ തയ്യാറെടുപ്പിലാണോ തൃപ്പൂണിത്തുറ? വിവരങ്ങൾ. രോഹിണി, തൃപ്പൂണിത്തുറയിൽ BJP ആ ഒരു ചരിത്രം രചിച്ച അതിൻ്റെ ആദ്യ പടിയിലേക്ക് കൂടി കടക്കുകയാണ്. ആ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇന്ന് 10 മണിക്കാണ് തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലത്തിൽ വെച്ച്. മുതിർന്ന അംഗം BJPയുടെ തന്നെ രാധിക വർമ്മയാണ് ആദ്യം സത്യവാചകം ചൊല്ലുക എന്നതുകൂടി ഒരു പ്രത്യേകതയാണ്. ഏറ്റവും മുതിർന്ന അംഗമാണ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം അധികാരമേൽക്കുകയും മറ്റുള്ള ആളുകൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുക. അമ്പലം വാർഡിൽ നിന്ന് ജയിച്ച രാധിക വർമ്മ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം ബാക്കി NDA, LDF, UDF അംഗങ്ങൾക്കെല്ലാം രാധിക വർമ്മ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യും. വലിയ ഒരു പ്രകടനമായി തന്നെയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് BJP NDA പ്രവർത്തകർ എത്തുക. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന ഈ ഒരു ആഹ്ലാദ പ്രകടനം അതിനുശേഷം ലായം കൂത്തമ്പലത്തിലേക്ക് എത്തുന്നു. തുടർന്ന് സത്യപ്രതിജ്ഞ. അതിനുശേഷം വീണ്ടും ആദ്യ യോഗമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗം മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ ചേരും. അവിടെയും അധ്യക്ഷത വഹിക്കുന്നത് മുതിർന്ന അംഗമായ രാധിക വർമ്മ തന്നെയായിരിക്കും അധ്യക്ഷത വഹിക്കുക. തുടർന്നാണ് ഇനിയുള്ള ദിവസങ്ങളിലാണ് ഭരണസമിതിയിൽ ഭരണത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിലേക്കുള്ള അടുത്ത ഘട്ടങ്ങളിലേക്ക് പോവുക. വലിയ തോതിൽ തന്നെ LDF, UDF മുന്നണികൾ BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിരുന്നു. അണിയറ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സജീവമായി ഒരു ഭാഗത്ത് അവർ നടത്തുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അവിശുദ്ധ മുന്നണി കൂട്ടുകെട്ടുകളെയെല്ലാം അതിജീവിച്ചാണ് BJP അധികാരത്തിലേക്ക് എത്തുന്നത്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി BJPയുടെ ഒരു ചെയർമാൻ അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ പോലും എങ്ങനെ BJP ഭരണത്തെ തടയാം, BJP അധികാരത്തിൽ എത്തുന്നത് ഒഴിവാക്കാം എന്ന ചിന്താഗതി തന്നെയാണ് പ്രാദേശികമായി അവിടെ കോൺഗ്രസ്, CPM നേതാക്കൾ എല്ലാം തന്നെ വെച്ച് പുലർത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇരു മുന്നണികളുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് തങ്ങൾ തയ്യാറല്ല എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുമ്പോൾ പോലും പ്രാദേശികമായി അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വർഷങ്ങളായി തുടർച്ചയായി LDF ഭരിച്ചിരുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തുറ എന്നതാണ് പ്രത്യേകത. ചെറിയൊരു കാലഘട്ടത്തിൽ UDF ഭരിച്ചതൊഴിച്ചാൽ വളരെയധികം കാലവും ഭരണത്തിലുണ്ടായിരുന്നത് LDF ആണ്. എന്നാൽ ഇത്തവണ മുൻകാലങ്ങളിൽ നിന്ന് കൂടുതൽ അഴിമതി ആരോപണങ്ങളെ നേരിടേണ്ടി വന്നിരുന്നു LDFന്. പ്രത്യേകിച്ച് അവിടെയുള്ള മാളുകളുടെ നിർമ്മാണം, കോടികൾ തുലച്ച മാളുകളുടെ നിർമ്മാണം, മറ്റ് അഴിമതികളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരാൻ BJP വലിയൊരു പ്രതിപക്ഷ ശക്തിയായി അവിടെ ശ്രമിക്കുകയും അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ BJPക്ക് കഴിയുകയും എല്ലാം തന്നെ ചെയ്തതിൻ്റെ ഒരു വിജയം കൂടിയായി തന്നെ ഇതിനെ കാണാൻ കഴിയും. അങ്ങനെയാണ് 21 സീറ്റുമായി NDA സഖ്യം ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും ഭരണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ പല സീറ്റുകളിലും NDA പരാജയപ്പെടുന്നത്, BJP സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നത് നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമായിരുന്നു. പലയിടത്തും 10 വോട്ടിനും 8 വോട്ടിനും എല്ലാം തന്നെ പിന്നോട്ട് പോയ തോൽവി സമ്മതിക്കേണ്ടി വന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വലിയ ഒരു മുന്നേറ്റം NDA BJP തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ മാത്രമല്ല, ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി തന്നെ ഒരു വികസന രേഖ NDA മുന്നോട്ട് വെച്ചിരുന്നു. തൃപ്പൂണിത്തുറയുടെ വികസനത്തിന് ആവശ്യമായ പൈതൃക നഗരമാണ്, രാജനഗരിയാണ്. ആ രാജനഗരിയുടെ വീതികൾ അവിടെ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു പ്രൊജക്റ്റ് തന്നെ മുന്നോട്ട് വെച്ചാണ് NDA തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഹിൽ പാലസ് എല്ലാം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, അങ്ങനെ പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ കൂടുതൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ, വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ, കൂടുതൽ വികസന പദ്ധതികൾ, ഇപ്പോൾ പാതി വഴിയിൽ നിലച്ചു പോയിട്ടുള്ള മാളുകൾ അടക്കമുള്ളവ വീണ്ടും തുറന്നു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം NDA മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ആ ചരിത്രപരമായ ഒരു വിജയം, കാരണം തിരുവനന്തപുരത്തടക്കം BJP വലിയ മുന്നേറ്റമുണ്ടാക്കിയത് ഒപ്പം തന്നെയായിരുന്നു. അതുപോലെ തന്നെ തുല്യ ആഹ്ലാദം NDA പ്രവർത്തകരിലാണെങ്കിലും മറ്റത്തിന് കൊതിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എല്ലാം തന്നെ അത്യാഹ്ലാദം ഉയർത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു. തൃപ്പൂണിത്തുറയിൽ കൂടി NDA അധികാരത്തിലേക്ക് എത്തുന്നു എന്നത് അതിൻ്റെ ഒരു ചൂടുവയ്പായി തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനെ
അങ്ങനെ കാണാൻ കഴിയും. ഇതിന് ശേഷമായിരിക്കും തുടർ ഘട്ടങ്ങളിലേക്കും ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ കടക്കുക. എന്നാൽ ഈ ആലോചനകൾ മറുഭാഗത്ത് നടക്കുന്ന അവിശുദ്ധ സഖ്യങ്ങൾ എത്രമാത്രം വിജയിക്കുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ എത്രയെല്ലാം നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. ചില നേതാക്കളെങ്കിലും അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കോൺഗ്രസിലെയും CPM-ലെയും നേതാക്കൾ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും വ്യത്യസ്തകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിന് നേരെ പാലക്കാട് നഗരസഭയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള.